596 പവൻ സ്വർണം തട്ടിയെടുത്ത് കാസർഗോഡ് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയെന്ന് പോലീസ്. സംഭവത്തിൽ മന്ത്രവാദിയായ യുവതി ഉൾപ്പെടെ 4 പേർ പിടിയിലായി. സ്വർണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് ഗഫൂറിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്തി സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു. 2023 ഏപ്രിൽ 14 അബ്ദുൽ ഗഫൂർ ഹാജിയെ പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിന്നുമ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി മാങ്ങാട് സ്വദേശി KH ഷമീന, ആൺസുഹൃത്ത് ഉളിയത്തടുക്ക സ്വദേശി ഉബൈസ്, പൂച്ചക്കാട് സ്വദേശി അസ്നിഫ, കൊല്യ സ്വദേശി ആയിഷ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. സ്വർണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്ന് 596 പവൻ സ്വർണം പ്രതികൾ കൈക്കലാക്കി. ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതി പൂച്ചക്കാട്ടെ വീട്ടിലെത്തി തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മകന്റെ പരാതിയിൽ ബേക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിച്ച് സമ്മർദ്ദം ശക്തമാക്കിയതോടെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി KJ ജോൺസന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതികൾ ഇതിൻ്റെ പിറകിലുണ്ട്. 1-2 ആളുകൾ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു 10-20ഓളം ആളുകൾ ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ജിന്നുമ്മയും ഈ കൂട്ടവും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്. തട്ടിയെടുത്ത സ്വർണം കാസർഗോഡുള്ള വിവിധ ജ്വല്ലറികളിൽ വിറ്റതായാണ് സൂചന. സമാന രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 കാസർഗോഡ്.